നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. എൻ.ഡി.എ മുന്നണിയായി കേരളത്തിൽ മത്സരിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് അറിയാം, വർഷങ്ങളായി. അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചത്. തൃശ്ശൂരിൽ അവരുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുകയും അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുകയുമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ സംസ്ഥാന തലത്തിൽ കേരളത്തിലെ ഭരണം എങ്ങനെയെങ്കിലും പിടിക്കണം എന്നാലോചിച്ച് പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവർ ഓരോ തെരഞ്ഞെടുപ്പിലും നടത്താറുണ്ട്. ഇപ്പോഴിതാ കേരള കോൺഗ്രസിൻ്റെ മാതൃകയിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയാണ്. അത് പ്രധാനമായും ബി.ജെ.പിക്കൊപ്പം നിൽക്കുമെന്ന സൂചനകളാണ് നൽകുന്നത്. കേരള കോൺഗ്രസിൻ്റെ മുൻ ചെയർമാൻ ജോർജ് ജെ മാത്യു, അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. നമുക്കറിയാം, നേരത്തെ കേരള കോൺഗ്രസ് ജേക്കബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോണി നെല്ലൂർ ഇത്തരത്തിലൊരു കർഷക കോൺഗ്രസ്, അതുമായി ബന്ധപ്പെട്ട മലയോര കർഷകരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തി ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു. അത് എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്ന രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ പിന്നീട് ആ ചർച്ചകളും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും പിന്നീട് മുന്നോട്ട് പോയില്ല. പക്ഷേ ഇപ്പോൾ കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കോട്ടയത്താണ് ഇതിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ജനനം സംഭവിക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കോട്ടയം നമുക്കറിയാം, മലയോര കർഷകരുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ വിളനിലമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടുതലായി ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തന്ത്രം. ഏറ്റവും പ്രധാനപ്പെട്ടത് കർദിനാൾ ജോർജ് ആലഞ്ചേരി ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളി, മുൻ പാലാ ബിഷപ്പ് ഒക്കെ തന്നെ ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കാസയെക്കുറിച്ച് നമുക്കറിയാം. കാസ കുറേ വർഷങ്ങളായി ഇപ്പോൾ ബി.ജെ.പിക്കൊപ്പം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ഒരു സംഘടനയാണ്. കാസയുടെ പൂർണ്ണ പിന്തുണ ഈ ഒരു പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കേരള കോൺഗ്രസ് കൂടി ഉണ്ടാവാൻ പോവുകയാണ്. ആ കേരള കോൺഗ്രസ് ബി.ജെ.പിക്കൊപ്പം എൻ.ഡി.എ മുന്നണിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കും എന്ന സൂചനകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഇതുമായി പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പി നേതാക്കളുമായി ജോർജ് ജെ മാത്യു ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ബി.ജെ.പിക്കൊപ്പം ചേരും എന്ന സൂചനകൾ ലഭിക്കുന്നത്. ബി.ജെ.പിക്ക് എന്തായാലും കോളടിച്ചിരിക്കുകയാണ്. കാരണം ബി.ജെ.പി ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക് എങ്ങനെ അവരെ വോട്ട് നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് വർഷങ്ങളായി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിജയം അവർ തൃശ്ശൂർ കണ്ടു. തൃശ്ശൂരിൽ ഭൂരിപക്ഷ സമുദായത്തിനൊപ്പം ന്യൂനപക്ഷ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലഭിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു രാഷ്ട്രീയം തന്നെയാണ് അവർ ഈ മധ്യ തിരുവിതാംകൂറിലും നടപ്പിലാക്കാൻ പോകുന്നത്. എന്തായാലും വീണ്ടും ഒരു കേരള കോൺഗ്രസ് കൂടി പിറവിയെടുക്കുകയാണ്.